ഗൾഫ് രാജ്യങ്ങളിൽ ഇപ്പോൾ കാര്യങ്ങൾ അത്ര പന്തിയല്ല. അമേരിക്കയും ഇറാനും തമ്മിലുള്ള പ്രശ്നങ്ങൾ നമ്മൾ എപ്പോഴും വാർത്തകളിൽ കേൾക്കുന്നതാണ്. എന്നാൽ ഇപ്പോൾ പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ ശരിക്കും നമ്മളെ ഞെട്ടിക്കുന്നതാണ്. അമേരിക്കയ്ക്ക് വേണ്ടി ഇറാനെ നേരിടാൻ UAE ഒരുങ്ങുകയാണോ എന്നൊരു ചോദ്യം ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. അതോ അമേരിക്ക UAE മുന്നിൽ നിർത്തിക്കൊണ്ട് വലിയൊരു നിഴൽ യുദ്ധം കളിക്കുകയാണോ? അബുദാബിയിലെ വളരെ പ്രധാനപ്പെട്ട ബറക്ക ആണവ നിലയത്തിന് നേരെ ഈയടുത്ത് നടന്ന ഡ്രോൺ ആക്രമണത്തിന് പിന്നിലെ യഥാർത്ഥ കാരണം എന്താണ്? അമേരിക്കയുടെ ചില പുതിയ തന്ത്രങ്ങളാണ് ഇപ്പോൾ ഈ പ്രശ്നങ്ങൾക്ക് പ്രധാനമായിട്ടും തുടക്കമിട്ടിരിക്കുന്നത്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ കൂടെയുള്ള ചില ഉന്നത ഉദ്യോഗസ്ഥരെ ഇപ്പോൾ പുതിയൊരു പ്ലാന് തയ്യാറാക്കിയിട്ടുണ്ട്. ഇറാനുമായിട്ട് നേരിട്ട് ഒരു യുദ്ധത്തിന് പോകാൻ അമേരിക്കയ്ക്ക് ഇപ്പോൾ തീരെ താല്പര്യമില്ല. അതിനു പകരം തങ്ങളുടെ ഏറ്റവും അടുത്ത സുഹൃത്തായ UAE കൊണ്ട് ഇറാനെതിരെ ഒരു സൈനിക ആക്രമണം നടത്തിക്കാനാണ് അവർ ഇപ്പോൾ ശ്രമിക്കുന്നത്. അമേരിക്കൻ സൈന്യത്തിന് പകരം UAEയുടെ സൈന്യം ഇറാനിൽ നേരിട്ട് ഇറങ്ങണം എന്നാണ് അവരെ ആഗ്രഹിക്കുന്നത്. ഗൾഫ് മേഖലയിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ അമേരിക്കയ്ക്ക് കഴിയുന്നില്ല എന്നൊരു തോന്നൽ വന്നതുകൊണ്ടാണ് അവർ ഇങ്ങനൊരു പുതിയ നീക്കം നടത്തുന്നത് എന്ന് വേണം കരുതാൻ. കാരണം അമേരിക്കയ്ക്ക് സ്വന്തം സൈന്യത്തെ അവിടെ നഷ്ടപ്പെടുത്താൻ താല്പര്യമില്ല എന്നുള്ളതാണ്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇറാനിലെ ലവൻദ്വീപ് പിടിച്ചെടുക്കാൻ അമേരിക്ക UAEയോട് വളരെ ശക്തമായിട്ട് ആവശ്യപ്പെടുന്നു എന്നതാണ്. എന്താണ് ഈ ലവൻദ്വീപിന്റെ ഇത്ര വലിയ പ്രത്യേകത എന്ന് നമ്മൾ ചിന്തിച്ചേക്കാം. ഇറാന്റെ എണ്ണ കയറ്റുമതിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കേന്ദ്രമാണ് ഈ ലവൻദ്വീപ്. അവിടെ വലിയ റിഫൈനറികളും എണ്ണ സൂക്ഷിക്കാനുള്ള വലിയ ടാങ്കറുകളും ഒക്കെയുണ്ട്. ഈ ദ്വീപ് UAEയുടെ നിയന്ത്രണത്തിൽ കൊണ്ടുവരണം എന്നാണ് ട്രംപിന്റെ ആളുകൾ ഇപ്പോൾ പറയുന്നത്. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഇറാനെ സാമ്പത്തികമായിട്ട് വലിയ രീതിയിൽ തകർക്കാൻ കഴിയും എന്നാണ് അമേരിക്കയുടെ കണക്കുകൂട്ടലുകൾ. ഇത് വെറുമൊരു ആരോപണം മാത്രമല്ല. കഴിഞ്ഞ മാസം ഈ ദ്വീപിലെ വളരെ വലിയ ഒരു ആക്രമണം നടന്നിരുന്നു എന്നുള്ളതാണ്. വാൾസ്ട്രീറ്റ് ജേണൽ പുറത്തുവിട്ട ഒരു പുതിയ റിപ്പോർട്ട് പ്രകാരം UAE വളരെ രഹസ്യമായിട്ട് ഇറാനിൽ ചില സൈനിക ആക്രമണങ്ങൾ ഇതിനകം തന്നെ നടത്തിയിട്ടുണ്ട്. പക്ഷേ അവരത് ഇതുവരെ പുറത്ത് ആരോടും പറഞ്ഞിട്ടില്ല. പാശ്ചാത്യ രാജ്യങ്ങളിൽ നിന്ന് വാങ്ങിയ ഏറ്റവും പുതിയ യുദ്ധവിമാനങ്ങളും വലിയ നിരീക്ഷണ സംവിധാനങ്ങളും ഒക്കെ ഉപയോഗിച്ചിട്ടാണ് UAE ഈ രഹസ്യ ആക്രമണങ്ങൾ നടത്തിയത്. ഈ പറയുന്ന ലവൻദ്വീപിലെ ഒരു വലിയ റിഫൈനറിക്ക് നേരെ ഏപ്രിൽ മാസത്തിന്റെ തുടക്കത്തിൽ ഒരു വലിയ ആക്രമണം നടന്നിരുന്നു. അവിടെ വലിയൊരു തീപിടുത്തം ഉണ്ടാവുകയും ആ റിഫൈനറിയുടെ പ്രവർത്തനം മാസങ്ങളോളം പൂർണ്ണമായിട്ട് നിന്നു പോവുകയും ചെയ്തു. ഇതിനു പിന്നിൽ UAE ആണെന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന വളരെ രഹസ്യമായിട്ടുള്ള വിവരങ്ങൾ. ഗൾഫ് മേഖലയിലെ ഒരു യുദ്ധത്തിൽ UAE വളരെ സജീവമായിട്ട് ഇടപെടുന്നു എന്നതിന്റെ ഏറ്റവും വലിയ തെളിവാണിത്. ഈ സംഭവങ്ങൾക്ക് പിന്നാലെയാണ് മെയ് 17-ാം തീയതി UAE ഞെട്ടിച്ചുകൊണ്ട് ആ ഡ്രോൺ ആക്രമണം ഉണ്ടാകുന്നത്. അബുദാബിയിലെ ബറക്ക ആണവ നിലയത്തിന് പുറത്തുള്ള ഒരു ഇലക്ട്രിസിറ്റി ജനറേറ്ററിന് നേരെയാണ് ഡ്രോണുകൾ വന്നു വീണത്. വളരെ പെട്ടെന്ന് തന്നെ അവിടെ വലിയൊരു തീപിടുത്തമുണ്ടായി. ഭാഗ്യത്തിന് ആ തീ ആണവ നിലയത്തിന്റെ പ്രധാന ഭാഗങ്ങളിലേക്ക് പടർന്നില്ല. എമർജൻസി ടീം വളരെ പെട്ടെന്ന് തന്നെ അവിടെ എത്തി തീയണച്ചു. അവിടെ റേഡിയേഷൻ പ്രശ്നങ്ങൾ ഒന്നും തന്നെ ഉണ്ടായിട്ടില്ല എന്നും സുരക്ഷാ സംവിധാനങ്ങളെല്ലാം കൃത്യമായിട്ട് പ്രവർത്തിക്കുന്നുണ്ട് എന്നും UAE അധികൃതർ വ്യക്തമാക്കിയിട്ടുണ്ട്. ആർക്കും പരിക്കേറ്റിട്ടുമില്ല. പക്ഷേ ഇതൊരു വലിയ സുരക്ഷാ വീഴ്ചയാണ്. പടിഞ്ഞാറൻ അതിർത്തിയിൽ നിന്നാണ് ഈ ഡ്രോണുകൾ വന്നത് എന്ന് UAE സ്ഥിരീകരിച്ചിട്ടുണ്ട്. അവര് 3 ഡ്രോണുകളാണ് കണ്ടത്. അതിൽ 2 ഡ്രോണുകൾ അവർ ആകാശത്ത് വെച്ച് തന്നെ തകർത്തു. പക്ഷേ മൂന്നാമത്തെ ഡ്രോണ് ജനറേറ്ററിൽ വന്ന് ഇടിക്കുകയായിരുന്നു. ഇത്രയും വലിയൊരു ആക്രമണം ഉണ്ടായിട്ടും UAE വളരെ ശ്രദ്ധിച്ചാണ് ഇതിനോട് പ്രതികരിച്ചിട്ടുള്ളത്. സാധാരണ ഇത്തരം കാര്യങ്ങൾ ഉണ്ടാകുമ്പോൾ അവർ പെട്ടെന്ന് തന്നെ ഇറാനെ കുറ്റപ്പെടുത്താറാണ് പതിവ്. എന്നാൽ ഇത്തവണ അവരങ്ങനെ ചെയ്തില്ല എന്നുള്ളതാണ്. അന്വേഷണം നടക്കുകയാണ് എന്നും ആരാണ് ഇതിന് പിന്നിൽ എന്ന് ഇപ്പോൾ ഉറപ്പിച്ച് പറയാൻ കഴിയില്ല എന്നുമാണ് അവര് ഒഫീഷ്യലായിട്ട് പറഞ്ഞിട്ടുള്ളത്. ഇത് ലോകത്തെ എല്ലാവരെയും അത്ഭുതപ്പെടുത്തിയിട്ടുണ്ട്. UAEയുടെ ഈ വലിയ മാറ്റത്തിന് പിന്നിൽ പല കാരണങ്ങളുമുണ്ട്. ചില ഇറാനിയൻ വാർത്താ ഏജൻസികൾ പറയുന്നത് ഈ ആക്രമണത്തിന് പിന്നിൽ ഒരുപക്ഷെ സൗദി അറേബ്യ ആകാനും സാധ്യതയുണ്ട് എന്നാണ്. കാരണം UAEയും സൗദിയും തമ്മിൽ ഇപ്പോൾ അത്ര നല്ല ബന്ധത്തിലല്ല ഉള്ളത്. രാഷ്ട്രീയപരമായിട്ടുള്ള പല അഭിപ്രായ വ്യത്യാസങ്ങളും അവർക്കിടയിൽ ഇപ്പോൾ നിലനിൽക്കുന്നുണ്ട്. സൗദിയും UAEയും തമ്മിലുള്ള പ്രശ്നങ്ങൾ തുടങ്ങുന്നത് പ്രധാനമായിട്ടും ഈ യുദ്ധത്തിന്റെ സമയത്താണ്. ഇറാന് UAEക്ക് നേരെ വലിയ രീതിയിലുള്ള ആക്രമണങ്ങൾ നടത്തിയിരുന്നു. ഏപ്രിൽ 8-ാം തീയതി ഒരു വെടിനിർത്തൽ പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് ഏതാണ്ട് 3000-ഓളം ഡ്രോണുകളും മിസൈലുകളുമാണ് ഇറാൻ UAEക്ക് നേരെ പ്രയോഗിച്ചത്.
ഒറ്റ രാത്രി കൊണ്ട് ദുബായും അബുദാബിയും ഒരു യുദ്ധക്കളം പോലെയായി മാറി. പല പോർട്ടുകളും എയർപോർട്ടുകളും വലിയ ടവറുകളും ഒക്കെ ആക്രമിക്കപ്പെട്ടു. ഈ സമയത്ത് യുടെ നേതാവായിട്ടുള്ള മുഹമ്മദ് ബിൻ സായിദ് സൗദി അറേബ്യയോടും ഖത്തറിനോടും ഒരു സുപ്രധാന കാര്യം ആവശ്യപ്പെട്ടു. നമുക്ക് എല്ലാവർക്കും ഒന്നിച്ചു ചേർന്ന് ഇറാനെതിരെ ശക്തമായിട്ടുള്ള ഒരു സൈനിക തിരിച്ചടി നൽകണമെന്ന് അദ്ദേഹം അവരോട് പറഞ്ഞു. ഗൾഫ് രാജ്യങ്ങൾ എല്ലാവരും ഒന്നിച്ചു നിന്നാൽ മാത്രമേ ഇറാനെ പീഡിപ്പിക്കാൻ കഴിയൂ എന്നായിരുന്നു അദ്ദേഹത്തിന്റെ ശക്തമായിട്ടുള്ള നിലപാട്. എന്നാൽ സൗദി അറേബ്യയും ഖത്തറും മറ്റു ഗൾഫ് രാജ്യങ്ങളും ഈ ആവശ്യം പാടെ തള്ളിക്കളഞ്ഞു എന്നുള്ളതാണ്. ഇറാനെതിരെ ഇപ്പോൾ നമ്മളൊരു ആക്രമണം നടത്തി കഴിഞ്ഞാൽ അത് മേഖലയിൽ വലിയൊരു യുദ്ധത്തിലേക്ക് വഴിമാറും എന്ന് അവർക്ക് വലിയ ഭയമുണ്ടായിരുന്നു. ഇത് പ്രധാനമായിട്ടും അമേരിക്കയും ഇറാനും തമ്മിലുള്ള പ്രശ്നമാണ്. അതിലേക്ക് നമ്മൾ ആവശ്യമില്ലാതെ തലയിടേണ്ടതില്ല എന്ന് ചില നേതാക്കൾ ഈയോടെ നേരിട്ട് തന്നെ പറഞ്ഞു. ഖത്തറിന്റെ ഒരു LNG പ്ലാന്റിന് നേരെ ആക്രമണം ഉണ്ടായപ്പോൾ ഖത്തർ ആദ്യമൊന്ന് തിരിച്ചടിക്കാൻ തീരുമാനിച്ചെങ്കിലും പിന്നീട് അവർ അതിൽ നിന്ന് പിന്മാറുകയും ചെയ്തു. പ്രശ്നങ്ങൾ സമാധാനപരമായിട്ട് തീർക്കാം എന്ന നിലപാടായിരുന്നു അവർ സ്വീകരിച്ചത്. കാരണം ഇറാനുമായിട്ട് ഒരു യുദ്ധം വന്നു കഴിഞ്ഞാൽ അത് ഖത്തറിന്റെ സാമ്പത്തിക നിലയെ വലിയ രീതിയിൽ ബാധിക്കും. കുവൈത്തും ബഹ്റൈനും ഒക്കെ സ്വന്തം രാജ്യത്തിന്റെ പ്രതിരോധത്തിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ചു. ഒമാൻ എപ്പോഴും ചെയ്യുന്നത് പോലെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഒരു മധ്യസ്ഥനായിട്ട് മാറി നിൽക്കുകയാണ് ചെയ്തത്. ഇതോടെ UAEയും സൗദി അറേബ്യയും തമ്മിലുള്ള ബന്ധം കൂടുതൽ വഷളായി. തങ്ങൾക്ക് ഒരു വലിയ ബുദ്ധിമുട്ട് വന്നപ്പോൾ സൗദി അറേബ്യ തങ്ങളെ സഹായിച്ചില്ല എന്നൊരു തോന്നല് UAEക്ക് ഉണ്ടായി. ഇതിന്റെ ബാക്കി പത്രമായിട്ടാണ് കഴിഞ്ഞ മാസം അവസാനം സൗദിയുടെ നേതൃത്വത്തിലുള്ള ഒപെക് എന്ന ലോകത്തിലെ വലിയ എണ്ണ ഉൽപാദക രാജ്യങ്ങളുടെ കൂട്ടായ്മയിൽ നിന്നും UAE പുറത്തുപോയത്. ഇത് ഊർജ്ജ വിപണിയെയും ലോകത്തെയും തന്നെ ഞെട്ടിച്ച ഒരു വലിയ തീരുമാനമായിരുന്നു. സാമ്പത്തികമായിട്ടുള്ള ഒരു മത്സരം ഇപ്പോൾ വലിയൊരു രാഷ്ട്രീയ പ്രശ്നമായിട്ട് മാറിയിരിക്കുകയാണ്. മാത്രമല്ല GCC പോലുള്ള മറ്റു പ്രാദേശിക കൂട്ടായ്മകളിൽ നിന്നും പുറത്തു പോകാൻ UAE ഇപ്പോൾ ആലോചിക്കുന്നുണ്ട് എന്നും ചില റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. അമേരിക്കയുടെ ഏറ്റവും അടുത്ത സുഹൃത്തായ UAE ഇപ്പോൾ സ്വന്തമായിട്ടൊരു പുതിയ വഴി കണ്ടെത്താൻ ശ്രമിക്കുകയാണ് എന്നാണ് ഈ പുതിയ നീക്കങ്ങളിൽ നിന്നും നമുക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ചുരുക്കത്തിൽ പറഞ്ഞ ഗൾഫ് മേഖലയിൽ ഇപ്പോൾ പുതിയൊരു രാഷ്ട്രീയ മാറ്റം സംഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. അമേരിക്ക തങ്ങളുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ UAE മുന്നിൽ നിർത്തി ഉപയോഗിക്കുമ്പോൾ UAE മറ്റ് ഗൾഫ് രാജ്യങ്ങളിൽ നിന്നും പ്രത്യേകിച്ച് സൗദി അറേബ്യയിൽ നിന്നും അകന്ന് സ്വന്തമായിട്ട് ഒരു വലിയ ശക്തിയായിട്ട് മാറാൻ ശ്രമിക്കുകയാണ്. ഇത് മേഖലയിലെ സമാധാനത്തെ എങ്ങനെ ബാധിക്കും എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഈ പ്രശ്നങ്ങൾ എങ്ങോട്ടാണ് പോകുന്നതെന്നും ഇത് വലിയൊരു തുറന്ന യുദ്ധത്തിലേക്ക് മാറുമോ എന്നതും നമ്മൾ കാത്തിരുന്ന് തന്നെ കാണേണ്ടിയിരിക്കുന്നു. ഇറാനും UAEയും തമ്മിലുള്ള ഈ നിഴൽ യുദ്ധം അവസാനിക്കുമോ അതോ കൂടുതൽ ഗൾഫ് രാജ്യങ്ങൾ ഇതിലേക്ക് വലിച്ചഴക്കപ്പെടുമോ എന്നതും ഒരു വലിയ ചോദ്യചിഹ്നമായിട്ട് അവശേഷിക്കുന്നു. വെടിനിർത്തൽ ഇപ്പോൾ നിലവിലുണ്ടെങ്കിലും അത് വളരെ ദുർബലമാണ് എന്നുള്ളതാണ്. ഏത് നിമിഷവും അത് തകരാം എന്ന അവസ്ഥയിലാണ് കാര്യങ്ങളുള്ളത്.